സേജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ 16 ആണ്. ദറ്റ് ഈസ് പ്രാദേശിക ഭരണ സംവിധാനം അഥവാ ലോക്കൽ ഗവൺമെൻറ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയയിലുള്ള പ്രാദേശിക ഭരണ സംവിധാനം. അർബൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിലാണ്, റൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ദറ്റ് ഈസ് ഗ്രാമപ്രദേശങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. എന്തുവാണ് ഈ ഒരു പ്രാദേശിക ഭരണ സംവിധാനം? ദറ്റ് ഈസ് ഇറ്റ്സ് എ ലോക്കൽ ഗവൺമെൻറ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. പ്രാദേശിക ഭരണ സംവിധാനം ഒരു നഗരത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്താണ് അപ്പം ഒരു പ്രാദേശിക ഭരണ സംവിധാനം എന്ന് പറയുന്നത്? നഗരത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ അവിടെയുള്ള അവരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ളൊരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ കുടിവെള്ള വിതരണം, മലിനീകരണ നിയന്ത്രണം, പൊതുജനാരോഗ്യം, മാലിന്യ സംസ്കരണം, റോഡുകൾ, അവയുടെ നിർമ്മാണം തുടങ്ങിയവ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പം ഇത്തരം ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? അതായത് നമ്മുടെ ഓരോ ജനങ്ങളിലേക്കും അവരുടെ കുടിവെള്ള വിതരണത്തിലൂടെയും കൂടാതെ മലിനീകരണ നിയന്ത്രണം അല്ലേ, പൊതുജനാരോഗ്യം, ഇത്തരത്തിലുള്ള കാര്യത്തിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാദേശിക ഭരണ സംവിധാനം നിലവിൽ വന്നത്. നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്രാദേശിക ഭരണ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇവിടെ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? നഗരപ്രദേശങ്ങളിൽ, അതായത് അർബൻ ഏരിയാസിൽ മുനിസിപ്പാലിറ്റികളാണ്, കൂടാതെ മുനിസിപ്പൽ കോർപ്പറേഷനുകളും പിന്നെ നഗരപഞ്ചായത്ത് കൂടെ ഉണ്ട്. ഇത് ഭരണ സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഗ്രാമപ്രദേശങ്ങളിൽ വരുന്നതാണെങ്കിൽ പഞ്ചായത്തി രാജ് സംവിധാനമാണ് വരുന്നത്. ഈ ഒരു പഞ്ചായത്തി രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലാണ് വരുന്നത്. ദറ്റ് ഈസ് ജില്ലാ പഞ്ചായത്ത് ആൻഡ് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ വരുന്നത് ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും എന്തൊക്കെയാണ് നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും നഗരപഞ്ചായത്തുകളുമാണ് വരുന്നത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ പഞ്ചായത്തി രാജ് സംവിധാനം പ്രബലപ്പെടുത്തിയതോടുകൂടെ തന്നെ അവിടെ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഭാരതീയ ഭരണഘടനയിലെ 73ാമത്തെയും 74ാമത്തെയും ഭേദഗതികൾ ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും ഉത്തരവാദിത്തവും നൽകി. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 74ാമത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റികളൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു 74ാമത് ഭരണ ഭേദഗതിയിലൂടെയാണ്. ഇനി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ നികുതികൾ, ഫീസുകൾ, സർക്കാർ ധനസഹായങ്ങൾ എന്നിവ മുഖേന വരുമാനം സമാഹരിക്കുന്നു. ഇവയുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ സമുചിത വികസനം ഉറപ്പാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ലോക്കൽ ഗവൺമെൻറ് വേണ്ടതെന്ന് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കുടിവെള്ള വിതരണം, പിന്നെ മലിനീകരണ നിയന്ത്രണം, പൊതുജനാരോഗ്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി എത്ര തരത്തിലുണ്ട്? അർബൻ ഏരിയയിലും നമുക്ക് ലോക്കൽ ഗവൺമെൻറ് വരുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ ലോക്കൽ ഗവൺമെൻറ് വരുന്നുണ്ട്. അതായത് 73, 74 ഈ ഒരു ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഇത്തരത്തിൽ ലോക്കൽ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്? ദറ്റ് ഈസ് അവരുടെ വരുമാനം അല്ലേ. ആ ഒരു ലോക്കൽ ഗവൺമെൻറ്റിന് വരുമാനം ആവശ്യമാണ്. ഇത് എങ്ങനെയാണ് അവർ സമാഹരിക്കുന്നതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റിൽ. എങ്ങനെയൊക്കെയാണ്? നികുതി വഴി അവർ ചെയ്യുന്നുണ്ട്. ഇനി ഫീസുകൾ അല്ലേ, പലതരത്തിലുള്ള ഫീസുകൾ, പിന്നെ സർക്കാരിൽ നിന്ന് ധനസഹായങ്ങൾ എന്നിവ മുഖേനയാണ് വരുമാനം സമാഹരിക്കുന്നത്. അപ്പോൾ ഇവയുടെ നമ്മുടെ ഈ ഒരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ
വികസനം അല്ലെ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലോക്കൽ ഗവൺമെൻറ്റിലൂടെ. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരത്തിലാണെന്നല്ലേ വരുന്നത്. നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ എന്താണ്? അർബൻ ലോക്കൽ ബോഡീസ് എന്നാണ് പറയുന്നത്. ULBS അർബൻ ലോക്കൽ ബോഡീസ് കേട്ടോ. അപ്പോൾ ഇവരെ എന്താണ് നടക്കുന്നത്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ എന്ത് ഭരണമാണ് കാഴ്ചവെക്കുന്നത്, എന്ത് തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസ് നഗരങ്ങളിലും പട്ടണങ്ങളിലും പ്രവർത്തിക്കുന്ന ഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇവയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ടൗൺ കൗൺസിലുകളെ നമ്മൾ നഗരപഞ്ചായത്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കൂടുതലായിട്ടും വരുന്നത് വലിയ ഒരു 10 ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന വലിയ വലിയ സിറ്റീസിലാണ് ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ടാകുന്നത്. മുംബൈ, കൽക്കത്ത പോലത്തെ അങ്ങനത്തെ വലിയ സിറ്റീസ് ഉണ്ടാവില്ല, അത്തരത്തിലുള്ള സിറ്റീസിലാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വരുന്നത്. ഇനി മുനിസിപ്പാലിറ്റികൾ എന്ന് പറയുന്നത് 1 ലക്ഷത്തിനും ഇടയിൽ വരുന്ന, 1 ലക്ഷത്തിന് മോർ ദാൻ 1 ലാഖിൽ വരുന്ന ഒരു ജനസംഖ്യ വരുന്ന അത്തരത്തിലുള്ള പട്ടണങ്ങൾ അല്ലേ, ടൗൺ ഏരിയാസിലാണ് മുനിസിപ്പാലിറ്റികൾ വരുന്നത്. ഇനി ടൗൺ കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരപഞ്ചായത്ത് എന്ന് പറയും. അപ്പോൾ ഈ 3 എണ്ണം, ഈ നഗരപഞ്ചായത്ത് ആണെങ്കിൽ 30,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള വരുന്ന ജനസംഖ്യ വരുന്ന അത്തരത്തിലുള്ള അത്തരം പ്രദേശങ്ങളിലാണ് ടൗൺ കൗൺസിലുകൾ അല്ലെങ്കിൽ നഗരപഞ്ചായത്ത് ഉണ്ടാകുന്നത്, ഭരണ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ഈ ഒരു അർബൻ ലോക്കൽ ബോഡീസിൽ 3 തരത്തിലാണ്. ഒന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ, രണ്ടാമത് വരുന്നത് മുനിസിപ്പാലിറ്റികളാണ്, മൂന്നാമത് വരുന്നത് നഗരപഞ്ചായത്താണ്. എന്താണ് ഇവയുടെ ലക്ഷ്യം? എന്താണ്? ശുചിത്വം, മാലിന്യ സംസ്കരണം, തെരുവ് വിളക്കുകൾ, പിന്നെയാണെങ്കിൽ റോഡുകൾ, പൊതുജനാരോഗ്യം, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിനാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? വലിയ നഗരങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്നു. എന്താണ്? വലിയ വലിയ നഗരങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളാണല്ലേ നിയന്ത്രിക്കുന്നത്. എക്സാമ്പിൾ ഡൽഹിയൊക്കെ പോലെയുള്ള. എന്നാൽ ചെറിയ പട്ടണങ്ങൾ മുനിസിപ്പാലിറ്റികൾ. ഇപ്പം ചെറിയ പട്ടണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു 10 ലാഖിനും 1 ലാഖിനും ഇടയിൽ വരുന്ന പട്ടണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. മോർ ദാൻ 10 ലാഖിലായിരിക്കും നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ചെറിയ പട്ടണങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? മുനിസിപ്പാലിറ്റികളുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. ഇനി മേയറും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കും. അപ്പം സ്ഥാപനങ്ങളെന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണ്? ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനെയും മുനിസിപ്പാലിറ്റികളെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? മൊത്തത്തിൽ ഇതിനെ മേയറും കുറച്ച് അവരുടെ ഒരു അംഗസമിതികളുണ്ട്, ജനപ്രതിനിധികളും ഈ ഒരു സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഭരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ആര്? മേയറും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു നഗരപ്രദേശത്തിലെ ലോക്കൽ ബോഡീസ് കണ്ടു. ഇനി ഗ്രാമപ്രദേശത്തിലെ ഭരണ സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് റൂറൽ ലോക്കൽ ബോഡീസ് ആണ്. ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനങ്ങളെയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ, റൂറൽ ലോക്കൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇവ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പരിഷത്തുകൾ എന്നിവയെ ഉൾക്കൊള്ളുന്നു. അപ്പം ഇവിടെ എന്താണ് ഗ്രാമപ്രദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പം ഇതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ്, ചെറിയ യൂണിറ്റാണ് വരുന്നത് ഗ്രാമപഞ്ചായത്തുകൾ. അതിനേക്കാളും കുറച്ചും കൂടെ രീതിയിൽ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. കുറച്ചധികം ഗ്രാമങ്ങൾ കൂടി, ഒന്നോ അതിലധികമോ ഗ്രാമം കൂടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വരുന്നതെങ്കിൽ ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു തഹസിൽ, ആ ഒരു താലൂക്കിൻ്റെ ഒരു ചെറിയ പാർട്ടോ അല്ലെങ്കിൽ ഹോൾ താലൂക്ക് വരുന്നതാണ് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഒന്നിലധികം ഗ്രാമങ്ങൾ കൂടി ചേർന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഇനിയിപ്പം ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മേലയിലാണ് ജില്ലാ പരിഷത്തുകൾ വരുന്നത്. ഒരു ഡിസ്ട്രിക്ട് ലെവലിലാണ് ജില്ലാ പരിഷത്തുകൾ വരുന്നത്. ഓക്കെ, ഇവയാണ് ഒരു റൂറൽ ലോക്കൽ ബോഡീസ് ആയിട്ട് വരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജനാധിപത്യ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ പഞ്ചായത്തി രാജ് സംവിധാനം നിർമ്മാണം ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഇത്? പഞ്ചായത്തി രാജ് എന്ന സിസ്റ്റമാണ് നിലവിൽ ഇതിനെ പറയുന്നത്.
ഇനി ഗ്രാമപഞ്ചായത്ത് ഗ്രാമതലത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഇടത്തരം തലത്തിൽ, ജില്ലാ പരിഷത്ത് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഓരോന്ന് എവിടെയാണെന്നാണ് നോക്കുന്നത്. 3 എണ്ണം ഉണ്ട്. അതിൽ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഗ്രാമങ്ങളിലാണ് അല്ലേ, ഗ്രാമതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തരം തലത്തിൽ, ജില്ലയ്ക്കും ഗ്രാമത്തിനൊക്കെ ഇടയിലായിട്ടുള്ളൊരു ഇതിലാണ്, താലൂക്കുകളിലൊക്കെ ആയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇനി ജില്ലാ പഞ്ചായത്ത് അല്ലെ, അതെവിടെയാണ്? ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഗ്രാമീണ റോഡുകളുടെ പരിപാലനം, കുടിവെള്ള വിതരണം കേട്ടോ, വെള്ള വിതരണം ഉദ്ദേശിച്ചത്, ശുചിത്വം, വിദ്യാഭ്യാസം, പിന്നെ ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 74-ാം ഭരണഘടന ഭേദഗതി എന്തിനാണ് പ്രതിപാദിക്കുന്നത്? ദാറ്റ് ഈസ് നഗര സ്വയംഭരണ സംവിധാനത്തെയാണ് അല്ലേ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. മാറ്റങ്ങളെ നമ്മൾ മേജർ റിഫോംസ് എന്ന് പറയും. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ലേ. 74-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗര സ്വയംഭരണ സംവിധാനത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 3 തരം മുനിസിപ്പൽ ഭരണ സംവിധാനങ്ങളായിട്ട് മാറി അല്ലേ. 3 തരത്തിലാണ് വന്നിട്ടുള്ളത്. മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നഗരപഞ്ചായത്ത്, ഇങ്ങനെ 3 തരത്തിലാവുന്നത്. അപ്പോൾ അതൊരു മേജർ റിഫോമായിട്ട് മാറുന്നുണ്ട്. ഇനി ഇവയുടെ ടെന്യൂർ, കാലാവധി എത്രയാണ്? 5 വർഷമാണ് വരുന്നത് അല്ലേ. അപ്പം ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കാലാവധി 5 വർഷമാണ് വരുന്നത്. ഇനി ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? അതിൻ്റെ ചുമതല ആർക്കാണ് വരുന്നത്? സംസ്ഥാനത്തും അല്ലേ, ഓരോ സംസ്ഥാനത്തും ഓരോ ഇലക്ഷൻ കമ്മീഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ചുമതല ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത്. ആൻഡ് 4th പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോക്കൽ ബോഡീസിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ധനകാര്യ കമ്മീഷൻ നിയമിക്കപ്പെടാനുള്ള വ്യവസ്ഥയിൽ വരുത്തി. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ഭദ്രത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്താണ്, ധനകാര്യ കമ്മീഷന് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഓരോ സംസ്ഥാനത്തും നഗരങ്ങൾക്കും ജില്ലാ അടിസ്ഥാനത്തിലും ആസൂത്രണ ബോർഡുകൾ രൂപീകരിക്കുന്നു അല്ലേ. ഇവിടെയാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക്, അവിടെ നഗരങ്ങൾക്കൊക്കെ എന്താണ്, ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ആസൂത്രണ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ മേജർ റിഫോംസ് ആണ് കേട്ടോ. ഇനി കൂടാതെ നമ്മൾ 2 പോയിന്റും കൂടെ ഉണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ നിൽക്കുമല്ലോ, അവിടെയുള്ള പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ഇതിൽ സീറ്റുകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മേയർ, ചെയർമാൻ തുടങ്ങിയ പദവികളിലും പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും സംവരണം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു മൊത്തത്തിലുള്ള അർബൻ ലോക്കൽ ബോഡീൻ്റെ ഒരു ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അത് മേയർ ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതാണെങ്കിലും ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രതിനിധികൾക്കും അവിടെയും വനിതകളാണെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളിലാണെങ്കിലും സംവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് 74th അമെൻമെൻറ്റ് ആക്റ്റിൽ വരുന്നത്, മേജർ റിഫോംസ് വരുന്നത്. ഇനി 73-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉള്ള സവിശേഷതകൾ എന്ന് കേട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കണം 73-ാമതാണല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് ഇത്? ഗ്രാമപ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. പ്രാദേശിക ഗവൺമെൻറ്റിനെ കുറിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞത്? പ്രാദേശിക തലത്തിൽ അല്ലെ, ഗ്രാമതലത്തിലടക്കം നമുക്ക് ഈ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നേരിട്ട് ഭരണം നിർവഹിക്കുന്ന ആ ഒരു ഇത് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ ലോക്കൽ ബോഡീസിലൂടെ നമ്മൾ ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം അവിടെ നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ. ഇനി ഡയറക്റ്റ് ഇലക്ഷനാണ് നിലവിൽ വരുന്നത്. അതായത് ജനങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. ഓരോ വാർഡ് ഉണ്ടാവും, ഒരു ഗ്രാമത്തിൽ ഇത്ര വാർഡ് ഉണ്ടാവും. ഒരു 18ഓളം വാർഡായിരിക്കും, 18 or 17 അത്തരത്തിൽ വാർഡായിരിക്കും
ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടുന്ന് ജനങ്ങൾ നേരിട്ട് വാർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കും. അതിൽ നിന്നൊരു 5 അംഗ കമ്മിറ്റി ആയിരിക്കും. ഹെഡായിട്ട് നമ്മുടെ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും അല്ലേ, ഗ്രാമതലത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഇലക്ഷന് നിലവിൽ വന്നിട്ടുണ്ട്. പ്രാദേശിക സമിതികൾ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു ലോക്കൽ ബോഡീസൊക്കെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പം വീണ്ടും ഒരു ഇലക്ഷന് 6 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കണം എന്നാണ് വേറൊരു സവിശേഷത വരുന്നത്. ഇനി നമ്മൾ നേരത്തെ നഗരപ്രദേശങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രാദേശിക സമിതികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഏൽപ്പിച്ചു. അപ്പോൾ എന്താ നേരത്തെ നഗരപ്രദേശത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഗ്രാമപ്രദേശത്തിൻ്റെ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലാണ് ഇവിടെയുള്ള ഇലക്ഷൻ നടക്കുന്നത്, പ്രൊസീജിയേഴ്സൊക്കെ വരുന്നത്. ഇനി മുൻപേ ഒക്കെ എന്താണ് പ്രമുഖ ജാതികൾക്കും ജന്മിമാർക്കും അല്ലേ, സമൂഹത്തിൽ കൂടുതൽ മേലെ തട്ടിലുള്ളവർക്ക് ഇങ്ങനെ ഇലക്ഷനിലേക്ക് നിൽക്കാന്നുള്ള പണ്ടത്തെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം അവരുടെ ഈ ഒരു പ്രാമുഖ്യം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ ഇതിലൂടെ സാധ്യമായിട്ടുണ്ട്. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 73ാമത് അമെൻമെൻറ്റ് ആക്ടിലൂടെ എന്താണ് അതിൻ്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്താണെന്നൊന്നും കൂടെ സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഹൗ ദ ലോക്കൽ ഗവൺമെൻറ് വർക്ക്സ്, നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ്, തദ്ദേശ ഭരണ സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാവും അല്ലേ, അതാണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത്. പിന്നെ അത് എന്താ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. സ്റ്റേറ്റിൽ എന്താണ് ഒരു സ്റ്റേറ്റിൽ ഒരു സംസ്ഥാനത്തിൽ കുറേ അധികം ഡിസ്ട്രിക്ട്സ് വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ കേരളത്തെ നോക്കുമ്പോൾ 14 ജില്ലകൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു 14 ജില്ലകളാണ് നമ്മൾ ലോക്കൽ ബോഡീസായിട്ട് ലോക്കൽ ഗവൺമെൻറ് എന്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ഉണ്ട് അല്ലേ, പട്ടണ പ്രദേശങ്ങളും ഉണ്ട് ഗ്രാമപ്രദേശങ്ങളും ഉണ്ട്. അർബൻ ഏരിയ എങ്ങനെയാണ് സിറ്റീസും ടൗൺസും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വലിയ സിറ്റീസിൽ വരുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ വഴിയാണ് ഭരണം നടത്തുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ എന്താണ് മോർ ദാൻ 1 മില്യൺ അല്ലേ, 1 മില്യൺ അതായത് 10 ലക്ഷം പേര് കാളും കൂടുതലുള്ള ആ ഒരു നഗരപ്രദേശങ്ങളാണെങ്കിൽ എന്താണ് അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കും ഭരണ സംവിധാനമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടൗൺസിൽ വരുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഭരണ സംവിധാനം വരുന്നതെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്താണ് 10 ലക്ഷത്തിനും 1 ലക്ഷത്തിനും ഇടയിൽ വരുന്ന പോപ്പുലേഷൻ ഉള്ളത്. ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ നമുക്ക് ഡൽഹി പിന്നെ കൊൽക്കത്ത പൂനെ അങ്ങനത്തെയുള്ള വലിയ വലിയ സിറ്റീസൊക്കെ നമുക്ക് പറയാം കേട്ടോ. മുനിസിപ്പാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിലുള്ളത് 10 ലക്ഷത്തിനും 1 ലക്ഷത്തിനും ഇടയിൽ വരുന്ന പോപ്പുലേഷൻ ജനസംഖ്യ വരുന്നവരെ അവിടെ ഉണ്ടാകുന്ന ഭരണ സംവിധാനം ആണ് നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഇനി സിറ്റി കൗൺസിൽ നഗരപഞ്ചായത്തുകളും ഇങ്ങനെ ടൗൺസിൽ തന്നെയാണ് വരുന്നത്. അവിടെയുള്ള പോപ്പുലേഷൻ എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് പോപ്പുലേഷൻ വരുന്നത് 30,000-നും ഈ ഒരു 1 ലക്ഷത്തിനും ഇടയിൽ മോർ ദാൻ 30,000 ആണ് വരുന്നത് ആൻഡ് ബിലോ 1 lakh. ഓക്കെ, അതിൻ്റെ ഇടയിൽ വരുന്ന ഇതാണ് നഗരപഞ്ചായത്തുകൾ. അവിടെ ഭരണ സംവിധാനം ആരാണ്, നഗരപഞ്ചായത്തിലാണ്. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിലെ ഹെഡ് എങ്ങനെയാണ്, ഈ ഒരു സെക്ഷനിൽ നഗരപഞ്ചായത്തിനെ ഭരിക്കുന്നത് നമ്മുടെ മേയറാണ്. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് മുനിസിപ്പാലിറ്റി ഓർ നഗരപഞ്ചായത്ത് അല്ലെങ്കിൽ സിറ്റി കൗൺസിൽ, മേയറാണ് ഹെഡായിട്ട് വരുന്നത്. മേയർ ആൻഡ് മുനിസിപ്പൽ കമ്മീഷണറും ഉണ്ട്. അപ്പോൾ ഇവർ ഹെഡായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് ഇലക്ഷൻ വരുന്നത്, ഇത് ഓരോ വാർഡിലുമാണ് കേട്ടോ. ദാറ്റ് ഈസ് വാർഡായിട്ടാണ് ഇതിനെ തിരിക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആൻഡ് സിറ്റി കൗൺസിലാണെങ്കിലും ഓരോ വാർഡായിട്ടുണ്ടാവും. അപ്പം വാർഡിൽ നിന്നാണ് നമ്മളെന്താണോ ഓരോ ജനപ്രതിനിധികൾ ഉണ്ടാകും. അപ്പം അവരെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്തിട്ടാണ് ഇവരെന്താണ് മേയർ സ്ഥാനത്തേക്കും മറ്റും മത്സരിക്കുന്നു. അതിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നിട്ടാണ് നമ്മൾ മേയറിന് അതിൻ്റെ ഒരു ഇത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നഗരപ്രദേശങ്ങളിൽ വരുന്നത്. ഇനി നമുക്ക് റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു അധികാര വിഭജനം എന്ന് നോക്കാം. റൂറൽ ഏരിയാസിൽ നിങ്ങൾ നോക്കൂ, വില്ലേജസിൽ
വില്ലേജസ് ആണ് വരുന്നത്. കൂടുതലും കുറേ ഗ്രാമങ്ങളുണ്ടാവും. ഇതിൽ ഒരു ജില്ലേൻ്റെ അണ്ടറിലാണെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ ഒരു ജില്ലയെ നമ്മൾ പലതരത്തിലുള്ള ബ്ലോക്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ, കുറച്ചധികം ഗ്രാമങ്ങളൊക്കെ ചേർന്നിട്ട്. ഇതിൽ തെഹസിൽ, താലൂക്കുകൾ, ചില മണ്ഡലങ്ങൾ, സബ് ഡിവിഷൻസ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു റൂറൽ സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നാണ് കേട്ടോ പറയുന്നത്. റൂറൽ ഏരിയയിൽ ഉണ്ടാകുന്ന ആ ഒരു ഭരണ സംവിധാനം പഞ്ചായത്തി രാജിൻ്റെ അണ്ടറിലാണ്. ഇതിൽ ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ബ്ലോക്കുകൾ കൂടി ചേർന്നിട്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടി ചേർന്നിട്ടാണ് ജില്ലാ പഞ്ചായത്ത് വരുന്നത്. ഇനിയിപ്പം ഈ ഒരു ബ്ലോക്കുകളൊക്കെ എങ്ങനെയാണ്, ഓരോ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജസ് ആയിട്ട് വരുന്നത്. ബ്ലോക്ക് ഉണ്ടോ, ഓരോ ബ്ലോക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആവുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ലെവൽ വരുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് എന്നും കൂടെ നമ്മൾ പറയും കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ കുറേ ഗ്രാമങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു ഗ്രാമങ്ങളിലെല്ലാം കൂടെയിട്ട് അവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രാമസഭ എന്ന് കണ്ടോ നിങ്ങളിവിടെ. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ആ ഒരു മീറ്റിംഗ്സ് ആണ് നമ്മൾ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രാമസഭയിൽ 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും തൻ്റെ നിലപാട് അറിയിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് പറയാനൊക്കെ ഈ ഒരു ഗ്രാമസഭയിൽ നമുക്ക് പോയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഈ ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറച്ചധികം വാർഡുകളുണ്ട്. ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇതിലൊരു 3 വാർഡുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നതാണെങ്കിൽ ഇവിടെ ഇത്രയധികം വാർഡ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് നോക്കുന്നതാണെങ്കിലും ഇത്ര വാർഡ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറച്ചധികം വാർഡുകൾ, മാക്സിമം പോയാൽ ഒരു 18ഓളം വാർഡുകൾ ഉണ്ടാകും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിൽ. അപ്പം ഇങ്ങനെ ഓരോ വാർഡിലും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര വാർഡുകളിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലേ. ഓരോ വാർഡിലും ഓരോരുത്തർ മത്സരിക്കാൻ നിൽക്കും. അപ്പം അവരെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യും. ജനങ്ങൾ അവരുടെ വാർഡിലുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യും. ഇനി ഈ ഒരു വാർഡിലെ മെമ്പേഴ്സൊക്കെ കൂടെ ചെന്ന് ഈ ഒരു വാർഡിലെ എല്ലാ മെമ്പേഴ്സും കൂടെ ആരെ തിരഞ്ഞെടുക്കും, നമുക്കൊരു ഗ്രാമപഞ്ചായത്തിൽ വേണ്ടിയിട്ടുള്ള സർപഞ്ച് എന്ന് പറയും. ദാറ്റ് ഈസ് നമ്മുടെ ഏറ്റവും ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ എന്ന് പറയാം, നമുക്ക് ഹെഡ് എന്ന് പറയാം. അതാരാണ്, ദാറ്റ് ഈസ് ദ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ് അല്ലേ. അപ്പം ഈ ഒരു ഇലക്റ്റഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു ജനപ്രതിനിധികളിൽ നിന്ന് ഒരു ഹെഡിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത്. ബാക്കിയൊരു അദ്ദേഹം ഉൾപ്പെടെ ബാക്കി 4 പേരും തന്നെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൂറൽ ഏരിയയിലുള്ള ഈ ഒരു ഭരണ സംവിധാനങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഡിസ്ട്രിക്ട് ലെവലിലാണ് ലോക്കൽ ഗവൺമെൻറ് വരുന്നത്. ഇനി അർബൻ ഏരിയയിൽ വരുന്നതാണെങ്കിൽ സിറ്റി കൗൺസിൽ, നഗരപഞ്ചായത്ത്. ഇവിടെ മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്. ഇത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് വരുന്നത് അല്ലേ. ഇനി ഇതെങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഓരോ വാർഡ്സ് വഴിയാണ്, ഓരോ വാർഡുകളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് റൂറൽ ഏരിയയിലും വരുന്നത്. റൂറൽ ഏരിയയിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പഞ്ചായത്താണ്, ജില്ലാ പരിഷത്താണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വഴി. ആൻഡ് അതിലും കഴിഞ്ഞിട്ട് വില്ലേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വഴിയാണ് നടക്കുന്നത്. ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ വാർഡുകളാണുള്ളത്. വാർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർ ഒരു ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നത് ആ ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത്. നമ്മൾ ലോക്കൽ ഗവൺമെൻറ് എന്താണെന്ന് പറഞ്ഞു, അർബൻ ആൻഡ് റൂറൽ, അതിലുള്ള എന്തിനു വേണ്ടിയിട്ടാണ് ഇവ നമുക്ക് വരുന്നത്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.